ശരീരത്തിൽ മിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പ്രമേഹ നിയന്ത്രണത്തിനും ഏറ്റവും നല്ല സഹായകരമായിട്ടുള്ള ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സോലുബിൾ ഫൈബർ എന്നുള്ളത്. സോലുബിൾ ഫൈബർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ ബൈൻഡ് ചെയ്യുകയും ചെയ്ത് കൊളസ്ട്രോളിനെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഇത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള LDL കൊളസ്ട്രോളിനെ 5% മുതൽ 10% വരെ കുറക്കാൻ സഹായിക്കും. രണ്ടാമതായി, സോലുബിൾ ഫൈബർ നമ്മുടെ ശരീരത്തില് പെട്ടെന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് സ്പൈക്കിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന അന്നജത്തിനെ ഈ സോലുബിൾ ഫൈബർ ബൈൻഡ് ചെയ്യപ്പെടുകയും പെട്ടെന്നുള്ള ആഗിരണം കുറയുകയും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇത് പ്രമേഹത്തിനെ കുറക്കാൻ നല്ലൊരു മാർഗമാണ്. അതുപോലെ സോലുബിൾ ഫൈബർ നമ്മളെ സഹായിക്കുന്നത് മറ്റൊരു രൂപത്തിൽ കൂടെയാണ്. നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും അതിന്റെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ നല്ല രീതിയിൽ ഷോർട്ട് ചെയിൻഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ കുടലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനെ വർദ്ധിപ്പിക്കുകയും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും സോലുബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഫുൾനെസ് സൃഷ്ടിക്കുകയും അത് കാരണം അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആവശ്യത്തിന് സോലുബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സോലുബിൾ ഫൈബർ നല്ലൊരു വഴി തന്നെയാണ്.